തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള തിരക്കേറിയ പ്രവർത്തനത്തിനിടയിൽ 15 ദിവസത്തെ കാലതാമസമുണ്ട്, അല്ലെങ്കിൽ ഒരു സത്തേൺ ക്ലസ്റ്റർ ഉണ്ട്, അല്ലേ? കേരളം, പോണ്ടിച്ചേരി, പിന്നെ തമിഴ്നാട് എന്നിവ ഒരുമിച്ചാണ് നടക്കാറുള്ളത്. ഇതിന് രാഷ്ട്രീയപരമായി എന്തെങ്കിലും അർത്ഥമുണ്ടോ? സ്വതന്ത്ര ഏജൻസികൾ ചിലപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന വിഷയം ഞങ്ങൾ ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ തോന്നുന്നത് BJPയുടെ വലിയ നേതാക്കളിൽ നിന്ന് അവർക്ക് സിഗ്നൽ ലഭിക്കണമെന്നാണ്. സാധാരണയായി തമിഴ്നാടും പുതുച്ചേരിയും ഒരേ തീയതിയിലും കേരളം അതുപോലെ ഒറ്റ ദിവസത്തിലുമാണ് നടക്കാറുള്ളത്. എന്നാൽ എന്തുകൊണ്ടോ അങ്ങനെയാണ് കാര്യങ്ങൾ? ഞങ്ങൾക്കിതിനെ ചോദ്യം ചെയ്യാനേ കഴിയും. ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്തെന്നാൽ, എന്ത് സംഭവിച്ചാലും അതിന്റെ നിയന്ത്രണം ഇപ്പോഴും ഭരിക്കുന്ന BJPക്കാണ് ഇതൊരു തെറ്റായ സൂചനയാണ്. ഇത് ഇപ്പോൾ മാത്രമല്ല, MP തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് രാജ്യത്തുടനീളം യാത്ര ആസൂത്രണം ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ നടത്തിയത്. തെക്കൻ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുകയും ഒരു കൂൾ ഓഫ് പീരീഡ് വരികയും ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഏതെങ്കിലും മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക അനുമതി നൽകുന്നു. പ്രചാരണമൊന്നും പാടില്ലാത്ത നിശബ്ദ ഘട്ടത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റാനായി ഉത്തരേന്ത്യയിലോ ദക്ഷിണേന്ത്യയിലോ പ്രധാനമന്ത്രി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതോ കാണിക്കാൻ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും 48 മണിക്കൂർ നൽകപ്പെടുന്നു. ഇത് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ അപലപിച്ചു വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് മിസ്റ്ററിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് NDAക്ക് സമയം നൽകിയേക്കാമെന്ന് ചില അനാലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നതായി തോന്നുന്നു. വിജയെ അവരുടെ സഖ്യത്തിൽ ചേർക്കാൻ നിങ്ങൾക്കും അതിൽ ആശങ്കയുണ്ടോ? നോക്കൂ, അല്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി തിരു MK സ്റ്റാലിന്റെ ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 5 വർഷം തമിഴ്നാടിന് ഏറ്റവും സമൃദ്ധമായ വർഷങ്ങളായിരുന്നു എന്നും തമിഴ്നാട് സാമ്പത്തികമായും സാമൂഹികമായും വളരുകയാണെന്നും അത് കാണാൻ സാധിക്കുമെന്നും ഞാൻ പറയും. വാസ്തവത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നടപ്പിലാക്കുന്ന നമ്മുടെ എല്ലാ പദ്ധതികളും മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ പകർത്തുകയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി നമ്മുടെ മുഖ്യമന്ത്രി സ്വീകരിച്ച ജനപ്രീതിയും മനോഭാവവും ഇത് വ്യക്തമായി കാണിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം എന്തെന്നാൽ, ഞങ്ങൾ തമിഴ്നാട്ടിലെ സ്ത്രീകളെ ഉയർത്തുന്നു. അതിപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തെ അവഗണിച്ചിരുന്ന എല്ലാ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പിന്തുടരുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത്രയധികം പാർട്ടികൾ ഒന്നിക്കുന്നത് നിങ്ങൾ പരിഭ്രാന്തരാണെന്ന് ആണോ അർത്ഥമാക്കുന്നത്? കാരണം DMK സഖ്യം ഇതിനകം തന്നെ വലുതായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പാർട്ടികളുണ്ട്. ഒടുവിൽ ദ്രാവിഡ മാതൃക തിരികെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. ഈ പാർട്ടികൾക്കെല്ലാം ഒരേ പ്രത്യയ ശാസ്ത്രങ്ങളാണുള്ളത്. വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടികളെ പോലെ എല്ലാ പാർട്ടികളും ദ്രാവിഡ മാതൃക തിരികെ കൊണ്ടുവരുമെന്ന് ഉറപ്പാക്കാൻ ഒന്നിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സഖ്യത്തിനുള്ളിൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒട്ടുമില്ല. ശരി, വളരെ നന്ദി. അപ്പോൾ തീർച്ചയായും ഒരു കാര്യമാണ്, DMK സഖ്യം അവർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സഖ്യത്തിന്റെ കണക്കുകൾ കാരണം അവർക്ക് മുന്നോട്ട് പോകാനും ഈ തെരഞ്ഞെടുപ്പിലും വിജയിക്കാനും കഴിയുമെന്ന് ആത്മവിശ്വാസത്തിലാണ്. കൂടാതെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല.